എൻ്റെ പേര് Aswathy Vishal and welcome to my channel. Most of us നമ്മുടെ career at some point ഒരു stuck ആയ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റൂ എത്തിയ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്ലാറ്റൂവിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, അറ്റ് ദ സെയിം ടൈം കരിയറിനെ ആക്സിലറേറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. 5 സ്കിൽസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് എല്ലാ പ്രൊഫഷണൽസും കരിയറിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട സ്കിൽസ് ആണിത്. ആദ്യത്തെ സ്കില്ലാണ് ഡിജിറ്റൽ ആൻഡ് IT സ്കിൽസ്. ഇത് ഞാൻ എടുത്തു പറയാനായിട്ടുള്ള റീസൺ, നമ്മുടെ റെസ്യൂമെ ആയാലും നമ്മുടെ ഇൻ്റർവ്യൂസ് ആയാലും ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ദാറ്റ് വെദർ യു ആർ ഹൈലി സ്കിൽഡ് ഇൻ IT ഓർ ഡിജിറ്റൽ മീഡിയംസ്. നമ്മളിനി ഏത് പ്രൊഫഷണൽ ആയാലും, ബീറ്റ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടൻസ്, എവിടെയായാലും IT ടൂൾസ് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലെറ്റ് സപ്പോസ് നിങ്ങളൊരു മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അക്കൗണ്ടൻ്റ് ആണെങ്കിൽ IT ടൂൾസ് ലൈക്ക് ക്വിക്ക് ബുക്സ് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എഞ്ചിനീയർ ആണെങ്കിൽ ഓട്ടോകാഡ് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണലിൽ IT ടൂൾസ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് ഡെഫിനറ്റ്ലി ഇൻ്റർവ്യൂസ് ആയാലും അല്ലെങ്കിൽ റെസ്യൂമേസ് ആയാലും ഇതിൽ സ്കിൽസിൽ ഇടേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ ഒരു സ്കിൽസ് നമ്മൾ മോസ്റ്റ് ഓഫ് അസ് ഇൻ കോളേജ് ടൈംസ് ഈ ഒരു സ്കിൽസ് ഒന്നും അധികം അവർ പോളിഷ് ചെയ്തിട്ട് പറഞ്ഞു തരാറില്ല. എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ പോലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത്രയ്ക്കും ഫുൾ ഫ്ലെജ് ആയിട്ട് സ്കൂൾസിലും കോളേജസിലൊന്നും പഠിപ്പിക്കുന്നില്ല. സോ അങ്ങനത്തെ രീതിയിലായിട്ട് നമുക്ക് കരിയറിൽ ഗ്രോത്ത് വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോയിട്ട് ഒരു പ്രത്യേക കോഴ്സ് പുറത്ത് പോയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ നിങ്ങളുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി ഈ ഒരു സ്കിൽസ് നിങ്ങൾ ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും യു ഷുഡ് ബി അപ്ഡേറ്റഡ് വിത്ത് ഡിജിറ്റൽ ആൻഡ് IT സ്കിൽസ്. രണ്ടാമത്തെ സ്കില്ലാണ് ലാംഗ്വേജ്. നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡോമിനൻ്റ്ലി ഇംഗ്ലീഷ് ആണ്. അത് നമ്മൾ ഏത് കൺട്രിയിലായാലും ഇംഗ്ലീഷ് ആസ് എ പ്രൈമറി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഫോർ ബിസിനസ്. ഇതല്ലാതെ തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ലൈഫിൽ ഏത് കൺട്രിയിലാണ് നമ്മൾ താമസിക്കുന്നത് അതിൻ്റെ ലാംഗ്വേജ് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ എക്സെട്ര. ഇനി ഇതിലാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് റീസെൻ്റ്ലി ഞാൻ കണ്ടത് ദാറ്റ് ഹി ഹാസ് ജോയിൻഡ് എ കോഴ്സ് ഫോർ ലേണിംഗ് അറബിക്. വിശാൽ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഫേസിങ് ആൻഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വിശാൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇടയിൽ ലാംഗ്വേജ് ഒരു ബാരിയർ ആവാൻ പാടില്ല. ആൻഡ് എസ്പെഷ്യലി UAE എന്ന റീജിയനിൽ അവിടുത്തെ നമുക്ക് കൾച്ചറലി നമുക്ക് അറിയണം കാര്യങ്ങൾ ആൻഡ് ഇവിടുത്തെ കസ്റ്റമർ ബേസിനെ മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ തന്നെ നമ്മൾ കരിയറിൽ ഒരു ബിസിനസ് ലെവലിൽ മാനേജ്മെന്റ് ലെവലിലേക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് കുറേ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കഴിയുന്നത് പോകുന്നത് കണ്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് അറബിക് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അറബിക് പഠിക്കാൻ വേണ്ടിയിട്ട് വിശാൽ ആസ് ഓഫ് നൗ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫിലോ എന്ന പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് 1-on-1 ടീച്ചിങ് ആണ് ഉള്ളത് ടു ലേൺ അറബിക്. അതല്ലാതെ തന്നെ വേറെ പല ലാംഗ്വേജസും പഠിപ്പിക്കുന്നുണ്ട്. അറബിക് ആയാലും ഫ്രഞ്ച് ആയാലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ലേണിംഗിൽ ബേസിക് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, അഡ്വാൻസ് ലെവൽ ഉണ്ട്. സോ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ജോയിൻ ചെയ്താൽ മതി. സോ വിശാൽ ഫിലോയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് സ്ക്രാച്ച് ലെവലിലാണ്, ബേസിക് ലെവലിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ടു ലേൺ അറബിക്. And we go with the soup. Okay. Then it has 2 dots above it, and it will give you the sound like T sound. T. Ready? Okay. Ha. Hi. Yes, very good. Thank you. Thank you. ഇനി ഫിലോയില് അറബിക് അല്ലാതെയും തന്നെ ഫ്രഞ്ച്, സ്പാനിഷ്, ഇംഗ്ലീഷ് ഈ ലാംഗ്വേജസും അവൈലബിൾ. സോ വിശാലിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 1-on-1 ടീച്ചിങ് വേണം എന്നതായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഫുൾഫിൽഡ് ബൈ ഫിലോ. സോ അവിടെ 1-on-1 ടീച്ചിങ് ആണ്. ആൻഡ് നമ്മുടെ കൺവീനിയൻസ് നമുക്ക് 1-on-1 ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിലും നമുക്ക് 100% ആ ഒരു ക്ലാസ്സിൽ നിന്നിട്ട് വാല്യൂ എടുക്കാൻ പറ്റും. ഫിലോനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം 24/7 അസിസ്റ്റൻസ് ആണ്. സോ വിശാലിൽ ഏത് സമയത്തും നമുക്ക് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി അസിസ്റ്റൻസ് കിട്ടാൻ പറ്റും. സോ വിശാൽ ഏത് സമയത്താണ് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നമുക്കത് സർവീസ് അവൈൽ ചെയ്യാൻ പറ്റും. ഫിലോയിൽ ഒരു റേഞ്ച് ഓഫ് സർവീസസ് അവൈലബിൾ ഉണ്ട് ഫോർ സ്റ്റുഡൻസ് ലേണിംഗ് സ്കൂൾ കരിക്കുലം, അതല്ലെങ്കിൽ കോഡിംഗ്, പുതിയ ലാംഗ്വേജസ് പഠിക്കാനും ഫിലോയിൽ അവൈലബിൾ ആണ്, ട്യൂട്ടറിങ്. ആൻഡ് അതല്ലാതെ തന്നെ SAT, IELTS ഇതിൻ്റെ എല്ലാം ട്യൂട്ടറിങ് ഫിലോ കവർ ചെയ്യുന്നുണ്ട്.
എല്ലാപ്പോഴും പറയുന്ന പോലെ ഡെമോ സെഷൻ എടുത്തിട്ട് ട്രൈ ചെയ്യുക ഹൗ ഇസ് ദ ക്ലാസ്സസ് ആൻഡ് ഫീൽ ഗുഡ് വൈബ് എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ഫിലോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെമോ സെഷൻ വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്ത് ക്വയറീസ് വേണമെങ്കിലും ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. മൂന്നാമത്തെ സ്കില്ലാണ് എൻ്റെ ഫേവറേറ്റ് സ്കില്ലാണ്. കാരണം ഇത് ഞാൻ ലിറ്ററലി സീറോ തന്നിട്ട് സംവെയർ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്കില്ലിൽ, ആൻഡ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ലാംഗ്വേജ് സ്കിൽ ഇത് രണ്ടും വ്യത്യാസമാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പറയുകയാണെങ്കിൽ റിട്ടേൺ വരുന്നുണ്ട്, വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. സോ ഇനി ഒരു ലെറ്റ് സപ്പോസ് ഒരു മീറ്റിംഗിൽ നമ്മൾ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അപ്പോൾ അവിടെ നമ്മുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ത്രൂ ലാംഗ്വേജ്. അപ്പോൾ ഈ രണ്ട് കാര്യം കൂടിയിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ലാംഗ്വേജ് സ്കിൽ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കരിയറിൽ ഗ്രോത്ത് കിട്ടുന്നത്. ബിക്കോസ് ദിസ് ഇസ് എ മീഡിയം ടു ഷെയർ ഐഡിയ. ഇൻ ടീം മീറ്റിംഗ്സ് മാത്രമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സിനും നമുക്ക് എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യണം, അല്ലെങ്കിൽ ഇമെയിൽസ് റിട്ടേൺ ഫോർമാറ്റിൽ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതിൽ പറ്റിയ കോഴ്സസ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സാണ്. കാരണം പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് വിൽ ഗിവ് യു കോൺഫിഡൻസ് ടു ഫേസ് ദ പീപ്പിൾ ആൻഡ് സ്പീക്ക്. അതല്ലാതെ തന്നെ സെക്കൻഡ് എഫക്റ്റീവ് റൈറ്റിംഗ്. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വെർബൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ മെജോറിറ്റി ഓഫ് ദ വർക്ക് കമ്പനീസിൽ ഇമെയിൽ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഫർഗെറ്റ് അബൌട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും കുറെ കമ്പനീസിൽ ഇമെയിൽസ് ആണ് ഫസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ സ്കില്ലാണ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്. നമ്മൾ ഏതൊരു പൊസിഷനിലും വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നമുക്ക് രണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സൽ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ. അതാണ് ടൈം ആൻഡ് പീപ്പിൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ടുവേർഡ്സ് ദ ബിസിനസ് സൈഡ്. നമ്മൾ ഏതൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, IT, അക്കൗണ്ട്, എഞ്ചിനീയർ, അത് തന്നെ ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി കുറേ സമയം നമ്മൾ ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ നമ്മളൊരു ബിസിനസ് സൈഡിലേക്ക് തന്നെ നമുക്ക് മാറേണ്ടി വരും. എന്നാലേ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മാനേജ്മെന്റ് സ്കിൽ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസിന് വേണ്ടിയിട്ട് ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് MBA തന്നെയാണ്. പക്ഷെ നിങ്ങൾ എക്സിസ്റ്റിംഗ് ജോലിയിലാണെങ്കിൽ ഒരു പാർട്ട് ടൈം MBA ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓർ എൽസ് ഇപ്പോൾ കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് MBA ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫുൾ ടൈം MBA ഈസ് വെരി ഗുഡ്. അതല്ലാതെ തന്നെ നമുക്ക് കോഴ്സസും അവൈലബിൾ ഉണ്ട്, ലീഡർഷിപ്പ് കോഴ്സസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കോഴ്സസും അവൈലബിൾ ഉണ്ട് ഫോർ ഷോർട്ട് ടേം. അതും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ കോഴ്സസ് അല്ലാതെ തന്നെ ഓൺ ദ ജോബ് നമുക്ക് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ബൈ ടേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ സേ യെസ് ടു ഇറ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ടീം വർക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ ഓണർഷിപ്പ് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് നമുക്ക് പ്രോ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടാം. സോ ദാറ്റ് ഈസ് ഹൗ നമുക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രാജുവലി നമുക്ക് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എക്സൽ ചെയ്യാനും പറ്റും. അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് ചെയ്യേണ്ടത് എന്നതാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. യെസ്, അതൊരു റീസൺ ആണ് നമ്മൾ ചെയ്യണത്. പക്ഷെ അതെല്ലാതും തന്നെ നമുക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടും ഇൻ ടേംസ് ഓഫ് കരിയർ. സോ ഞാൻ ഐഡിയലി ഞാൻ റെക്കമെൻഡ് ചെയ്തത് നമ്മൾ ലിങ്ക്ഡിൻ ആണ്. ഏതൊരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇസ് കംപ്ലീറ്റ്ലി ഓപ്പൺ. അപ്പോൾ ഏതൊരു മീഡിയത്തിലും നമ്മൾ സിമിലർ ആയിട്ടുള്ള കരിയറിലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മീറ്റപ്പ് വിത്ത് ദം, സോഷ്യൽ ഇവൻറ്റ്സിൽ പോവുക ആൻഡ് സംസാരിക്കാം. ഇനി എന്നെ പോലെ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ നെറ്റ്വർക്കിംഗ് വുഡ് നോട്ട് കം ഈസിലി ടു യു. അപ്പോൾ ചെയ്യേണ്ട കുറച്ച് കോഴ്സസ് ഉണ്ട്. സോ ദേ വിൽ ലെറ്റ് യു നോ. അപ്പോൾ ഈ ഒരു കോഴ്സസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ഈസ് ദ റൈറ്റ് വേ ടു കണക്ട് ടു പീപ്പിൾ and how to speak to them and things like that. ഈ ഒരു 5 സ്കിൽസ് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ ഇടുക and definitely work on them to excel in your career. ഇത് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ആണ്. പക്ഷെ കുറേ അധികം സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കപ്പിൾ ഓഫ് ദീസ് സ്കിൽസ് എനിക്ക് MBAയുടെ സമയത്ത് 2-3 വർഷം എടുത്തു ഇതൊന്ന് എക്സൽ ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും അത്രയും ഒരു ടൈം ലൈൻ മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു മാസം
മാസം 2 മാസത്തിലൊക്കെ നമുക്ക് ചില സ്കിൽസ് ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദ തിങ് ഇസ് ഷോ അപ്പ് എവറി ഡേ ഈ ഒരു സ്കിൽസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ അപ്പ് ചെയ്യുക. ഈ ഒരു എന്തൂസിയാസം, ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ വെരി എന്തൂസിയാസ്റ്റിക് ടു എക്സൽ ഇൻ യുവർ കരിയർ എന്ന കാര്യം മനസ്സിലായി. സോ ഒരു റിഡൻഡൻറ്റ് ഫേസിലേക്ക് പോവാതെ എന്നും ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി ഒരു ജോബിലൊക്കെ ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഗെറ്റ് കംഫർട്ടബിൾ ആവുന്നത് നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് എവ്രി വൺ അൾട്ടിമേറ്റ്ലി വാണ്ട്സ് ടു ബി ഹാപ്പി ഇൻ ദ ജോബ്, റൈറ്റ്? പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വാണ്ട് ടു എക്സൽ ഇൻ യുവർ ലൈഫ്. സോ നിങ്ങൾ എപ്പോഴും ഓൺ എ ഡെയിലി ബേസിസ് ഈ സ്കിൽസിനെ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു എക്സൽ ഇൻ യുവർ കരിയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Until next time, bye bye, take care.